വെനസ്വലയ്ക്കെതിരെ കൂടുതൽ കടുത്ത നടപടികളുമായി വീണ്ടും അമേരിക്ക. വെനസ്വലയിലെ എണ്ണമേഖലയിൽ പ്രവർത്തിക്കുന്ന 4 കമ്പനികൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ സർക്കാരിനെ സഹായിക്കുന്ന ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമെന്ന് US ആരോപിക്കുന്ന 4 ഓയിൽ ടാങ്കറുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മഡൂറോയ്ക്കെതിരെ ട്രംപ് ഭരണകൂടം മാസങ്ങളായി നടത്തുന്ന സമ്മർദ്ദ പ്രചാരണത്തിന്റെ ഭാഗമാണ് ഈ നടപടിയും. വെനസ്വലൻ തീരത്ത് നിന്ന് 2 എണ്ണ ടാങ്കറുകൾ US സേന പിടിച്ചെടുക്കുകയും മറ്റൊരു ടാങ്കർ പിടികൂടാനുള്ള ശ്രമത്തിലുമാണ്. കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് ബോട്ടുകളിൽ ശക്തമായ ആക്രമണവും നടത്തി. ഇതോടെ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തുടക്കമിട്ട ആക്രമണ പരമ്പരകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 110ആയി. മയക്കുമരുന്ന് സംഘങ്ങൾ ഉപയോഗിച്ചെന്നാരോപിച്ച് വെനസ്വലൻ മണ്ണിൽ കഴിഞ്ഞ ആഴ്ച CIA ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. അതേസമയം ലാറ്റിൻ അമേരിക്കയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള USന്റെ വിശാലമായ പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് വെനസ്വല എന്നാണ് UNന്റെ വെനസ്വലൻ അംബാസഡർ സാമുവൽ മോൻകാഡ പറഞ്ഞത്. വെനസ്വലയുടെ എണ്ണ ടാങ്കറുകൾ US പിടിച്ചെടുത്തതിനെയും സാമുവൽ മോൻകാഡ അപലപിച്ചിരുന്നു. അമേരിക്കയ്ക്കെതിരെ കടൽക്കൊള്ള, പിടിച്ചുപറി എന്നീ കുറ്റങ്ങളും അദ്ദേഹം ആരോപിച്ചു. ഒരു പരമാധികാര ശക്തിയാൽ സംഘടിക്കപ്പെടുന്ന സമുദ്ര കുറ്റകൃത്യങ്ങളെയാണ് അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വലയുടെ പ്രദേശങ്ങൾ, എണ്ണശേഖരം, ധാതുസമ്പത്ത് എന്നിവയുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം നേടാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. USന്റെ ലാറ്റിൻ അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള വിശാലമായ പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് വെനസ്വലയെന്നും തങ്ങളെ വിഭജിക്കാൻ US സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോന്നായി അവർ കീഴടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക, സൈനിക ശേഷികൾ തകർക്കുന്നതിനും സാമൂഹിക ഐക്യമില്ലാതാക്കുന്നതിനുമുള്ള നടപടിയാണ് US നടത്തുന്നതെന്ന് സാമുവൽ മോൻകാഡ പറഞ്ഞു. നിലവിൽ രാജ്യത്തിന്റെ മേൽ ഏർപ്പെടുത്തുന്ന നാവിക ഉപരോധം മനഃപൂർവ്വമായ സൈനിക നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു രാജ്യത്തിനെതിരെ ഔപചാരികമായി യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുള്ള US കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെയാണ് ട്രംപ് ഭരണകൂടം പ്രവർത്തിക്കുന്നത്. സാമുവൽ മോൻകാഡ കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളും US ആഭ്യന്തര നിയമങ്ങളും ലംഘിക്കുന്നുണ്ടെന്നും UN സുരക്ഷാ സമിതി യോഗത്തിൽ അദ്ദേഹം ആരോപിച്ചു. വ്യോമാതിർത്തി സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. വെനസ്വലയുടെ അതിർത്തികളിൽ ഒരു ഇലക്ട്രോണിക് യുദ്ധ ക്യാമ്പയിൻ US സൈനികർ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വെനസ്വലയുടെ പരമാധികാരം, സുരക്ഷ, നിയമാനുസൃത അവകാശങ്ങൾ എന്നിവയ്ക്കുമേലുള്ള US നടപടികൾ ഗുരുതരമായ കടന്നുകയറ്റമാണെന്നാണ് ചൈനീസ് അംബാസിഡറും UN രക്ഷാസമിതിയിൽ പറഞ്ഞത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെതിരെ USന്റെ ബലപ്രയോഗം മറ്റു രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണെന്നാണ് UNന്റെ റഷ്യൻ അംബാസിഡർ കൂട്ടിച്ചേർത്തതും. വെനസ്വലയെ US സേന വലയം ചെയ്യുകയും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയോട് രാജ്യം വിട്ടുകൊള്ളാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനിടയിലൊക്കെ തന്നെ മഡൂറോ ഭരണകൂടം നിരവധി അമേരിക്കക്കാരെ ജയിലിൽ അടച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ചിലർ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ തന്നെയാണെങ്കിലും മറ്റു പലരും നിരപരാധികളാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. 3 പേർ വെനസ്വലൻ അമേരിക്കൻ പാസ്പോർട്ടുകൾ ഉള്ളവരാണ്. 2 പേർ US പൗരന്മാരും. USുമായുള്ള ചർച്ചകളിൽ ഇത്തരം തടവുകാരെ മഡൂറോ തുറുപ്പുചിട്ടായി ഉപയോഗിക്കാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് ആകട്ടെ ഈ തടവുകാരുടെ മോചനം സംബന്ധിച്ച് ചർച്ചകൾ നടത്താറുമുണ്ട്. അധികാരമേറ്റ ശേഷം പ്രത്യേക ദൂതനെ നിയോഗിച്ച് ട്രംപ് 17 US പൗരന്മാരെ മോചിപ്പിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.